ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറെ സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തുമസിന് ഒരുക്കമായിട്ട് 25 ദിവസത്തിന്റെ ഒരുക്കത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. എനിക്ക് തോന്നുന്നു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ പരിശുദ്ധ കന്യകാമറിയത്തെയും എലിസബത്തിനെയും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. എലിസബത്തിനെ ശുശ്രൂഷിക്കുവാനായിട്ട് യൂദയായിലെ മലപ്രദേശത്തിലൂടെ പരിശുദ്ധ അമ്മ കടന്നു പോവുകയാണ്. എലിസബത്തിനെ അഭിവാദനം ചെയ്യുമ്പോൾ എലിസബത്തിന്റെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ക്രിസ്തു അനുഭവവേദ്യമാകുന്ന ഇടങ്ങളായിട്ട് മാറ്റപ്പെടുന്ന വചനഭാഗങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ക്രിസ്തുമസിന്റെ ഈ ഒരുക്ക ദിവസങ്ങളിലും നമുക്ക് ധ്യാന വിഷയമാക്കേണ്ട ഒരു ചിന്തയിൽ തന്നെയാണ്. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ വീട്ടിലും നമ്മുടെ ഓഫീസിലും നമ്മൾ ഇടപെടുന്ന വ്യക്തികളുടെ ഇടയിലുമൊക്കെ നമ്മുടെ സഹോദരങ്ങൾക്ക് ക്രിസ്തു അനുഭവവേദ്യമാകുന്ന അവസരങ്ങളായിട്ട്, വ്യക്തിത്വങ്ങളായിട്ട് നമുക്ക് മാറാം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവൻ ക്രിസ്തുമസ് ആയിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മയെ പോലെ ക്രിസ്തു അനുഭവത്തിൻ്റെ ഇടങ്ങളായിട്ട്, വ്യക്തികളായിട്ട് നമുക്ക് മാറാം. ഏവർക്കും ക്രിസ്തുമസിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഒത്തിരി